ബസേലിയസ് പൗലോസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. പേട്ട റോഡിൽ വർഷങ്ങളുടെ പഴക്കമുള്ള കലിങ്കിൽ വിള്ളൽ രൂപപ്പെട്ടത് അപകട. കലിങ്കിൽ വിള്ളൽ രൂപപ്പെട്ട ഭാഗത്തുകൂടി വെള്ളം ഒലിച്ചിറങ്ങുന്നതിനാൽ യാത്രക്കാർ ദുരിതത്തിലാണ്. മൂവാറ്റുപുഴ നഗരസഭ 16-ാം വാർഡിലെ പേട്ട റോഡിലെ വർഷങ്ങളുടെ പഴക്കമുള്ള കലിങ്കിൽ വിള്ളൽ രൂപപ്പെട്ടത് അപകട ഭീഷണിയാകുന്നു. കച്ചേരിത്താഴം പേട്ട റോഡിൽ പേട്ടയുടെ തുടക്കഭാഗത്തുള്ള 100ഓളം വർഷത്തിന്റെ പഴക്കമുള്ള കലുങ്കിലാണ് വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. മഴ പെയ്യുമ്പോൾ തൊടുപുഴ റോഡിൽ നിന്നുള്ള വെള്ളം കലുങ്കിൽ രൂപപ്പെട്ടിരിക്കുന്ന വിള്ളലിലൂടെ പേട്ട റോഡിലേക്കാണ് ഒലിച്ചിറങ്ങുന്നത്. വെള്ളം ഒലിച്ചിറങ്ങുന്നതോടെ വിദ്യാർത്ഥികൾ അടക്കമുള്ള കാൽനട യാത്രക്കാർ ബുദ്ധിമുട്ടിലാണ്. ഒരു നൂറ്റാണ്ടിനടുത്ത് പഴക്കമുള്ള കലുങ്കിൽ വിള്ളൽ രൂപപ്പെട്ടതോടെ യാത്രക്കാർ ഭീതിയിലാണ്. നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതിനാൽ നിരവധി വാഹനങ്ങളാണ് പേട്ട റോഡിലൂടെ സഞ്ചരിക്കുന്നത്. വർഷങ്ങളുടെ പഴക്കമുള്ള കലുങ്കിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടെന്നും വിഷയം ചൂണ്ടിക്കാട്ടി മൂവാറ്റുപുഴ PWD റോഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനും പരാതി നൽകിയിട്ടുണ്ടെന്ന് വാർഡ് കൌൺസിലർ ജാഫർ സാദിഖ് പറഞ്ഞു. മൂവാറ്റുപുഴ നഗരസഭയുടെ 16-ാം വാർഡിൽ ഉൾപ്പെടുന്ന ഒരു കലുങ്കാണ് തൊടുപുഴ പാലത്തിലൂടെ കടന്നുപോകുന്ന ഈ കലുങ്ക്. തൊടുപുഴ പാലത്തിന് ലതാപാലത്തിന് തൊട്ടടുത്തായിട്ടാണ് ഈ കലുങ്ക് സ്ഥിതി ചെയ്യുന്നത്. ഇത് വളരെ വർഷങ്ങളായിട്ട് ഉള്ള ഒരു കലുങ്കാണ്. പുരാതന കാലം മുതലേ ഒരു 100 വർഷത്തിന് മുകളിലുള്ള ഒരു പ്രായമുള്ള ഒരു കലുങ്കാണ് ഈ കലുങ്ക്. വളരെയധികം വാഹനങ്ങൾ, ചെറുവാഹനങ്ങൾ ഈ പേട്ട റോഡിലൂടെയും ഒക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ സമീപകാലത്തായിട്ടാണ് ഈ നല്ല മഴക്കാലമായാൽ ഈ കലുങ്കിൻ്റെ ഈ തൊടുപുഴ റോഡ് ചോർന്ന് ഈ പേട്ട റോഡിലേക്ക് ഈ പറയുന്ന വെള്ളം വീഴുന്നത്. ഈ റോഡിൻ്റെ അവസ്ഥ പറഞ്ഞാൽ, ഈ തൊടുപുഴ റോഡിൻ്റെ കലുങ്കിൻ്റെ മുകളിലുള്ള റോഡിൻ്റെ അവസ്ഥ പറഞ്ഞാൽ വളരെ ദയനീയമാണ്. അപകട സ്ഥിതിയാണുള്ളത്. ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞ് ബഹുമാനപ്പെട്ട മൂവാറ്റുപുഴ PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക്, റോഡ്സിൻ്റെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഇന്ന് ഞാനൊരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തെ വീതി കുറഞ്ഞ റോഡിൽ വാഹനങ്ങളുടെ തിരക്ക് ഒഴിവാക്കുന്നതിനായി കാവമ്പടി റോഡിൽ പോലീസ് സ്റ്റേഷന് സമീപത്തു നിന്നും പേട്ട മുസ്ലിം പള്ളിയുടെ സമീപം വരെയുള്ള ഭാഗത്തെ റോഡിന്റെ ഉയരം കൂട്ടി നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ജാഫർ സാദിഖ് പറഞ്ഞു. ഈ റോഡിൽ ഇപ്പം ഭയങ്കരമായിട്ടുള്ള തിക്കും തിരക്കുമാണ്. വാഹനങ്ങളുടെ തിക്കും തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. ഞാനൊരു പ്രപ്പോസല് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അവർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു വർഷം മുമ്പ്. അതായത് കാവമ്പടി റോഡിൽ പോലീസ് സ്റ്റേഷന് അടുത്ത് നിന്നും തുടങ്ങി പേട്ടയിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ മുസ്ലിം പള്ളിക്കടുത്ത് വരെയുള്ള ഭാഗങ്ങളിൽ ഈ റോഡിൻ്റെ ഉയരം കൂട്ടിക്കൊണ്ട് ഈ റോഡ് ഒന്ന് ഉയർത്തി ഭംഗിയാക്കണമെന്നുള്ള ഒരു ലെറ്റർ ഇത് കൊടുത്തിട്ടുണ്ട്. അത് മുനിസിപ്പൽ കൗൺസിലിലും പ്രമേയമായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ കലുങ്ക് ബലക്ഷയം മാറ്റിക്കൊണ്ട് ഈ പറയുന്ന അപകടസ്ഥിതി മാറ്റിക്കൊണ്ട് ഉള്ള പ്രവർത്തനം, ഒരു എസ്റ്റിമേറ്റ് കാര്യങ്ങൾ എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PWD എടുക്കണമെന്നും ബന്ധപ്പെട്ട അധികാരികളോട് ഇവിടുത്തെ ജനപ്രതിനിധി ഉൾപ്പെടെ ഉള്ളവരോട് ആവശ്യപ്പെടുകയാണ്. ഭാരവാഹനങ്ങളടക്കം 100 കണക്കിന് വാഹനങ്ങളാണ് ദിനംപ്രതി മൂവാറ്റുപുഴ തൊടുപുഴ റോഡിലൂടെ കടന്നുപോകുന്നത്. നിരവധി കുടുംബങ്ങളും യാത്രക്കാരും ആശ്രയിക്കുന്ന റോഡിലെ കലുങ്കിലെ അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.